ഗൈസ് എല്ലാവർക്കും കിച്ചുസ്റ്റെക്കിൻ്റെ പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. എന്താണെന്ന് വെച്ചാൽ മൈക്കൊക്കെ എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഓഡിയോന് ഇച്ചിരിയും കൂടെ ക്വാളിറ്റി ഉണ്ടാകും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ് ഇതൊക്കെ സെറ്റാക്കട്ടെ. അപ്പം ഗൈസ് മൈക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വില്ലേജ് നേരത്തെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഒന്നും കൂടിയും കണ്ടുപിടിക്കണം കേട്ടോ. ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ എവിടെയോ ആയിരുന്നു. പിന്നെയും ഇവിടെ തന്നെ നേരെ പോയാൽ മതി. ഓക്കെ, നമ്മുടെ വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സർവൈവലേക്കാക്കാം. നേരത്തെ ഒരു വലിയ സംഭവം നടന്നു ഗൈസ്, അത് നമുക്ക് സർവൈവലാക്കിയിട്ട് പറയേ. ഒരു മിനിറ്റ്. ഓക്കെ, സർവൈവലാക്കി. ഓക്കെ ഗൈസ്, നേരത്തെ നമ്മളൊക്കെ സെറ്റാക്കിയായിരുന്നു. കുറേ വാളും കാര്യങ്ങളും. വാളെന്ന് പറയുമ്പോൾ കിടിലം, അതായത് മരത്തിനെ കൊണ്ടൊക്കെ ആക്കിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, ചെറിയൊരു സന്ദർഭത്തിൽ അതൊക്കെ പോയി. ഒരു സോംബി വന്ന് നമ്മളെ കൊന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാണ്ട് വേൾഡ് ഡിലീറ്റ് ആക്കിപ്പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ഓർമ്മക്കുറവ് കൊണ്ട് കാണുമോ എന്നറിയില്ല. ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ആക്കിപ്പോയി. അപ്പോൾ ഒന്നും കൂടെ ഇത് തുടങ്ങേണ്ട അവസ്ഥയായി കേട്ടോ. അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഓരോന്നൊക്കെ മുറിച്ച് തുടങ്ങാം. ഇവിടെ നമ്മുടെ കൃഷിക്കാരൻ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് ചെയ്യട്ടെ, നമ്മളതിൽ ഒരു തടസ്സവും വരുത്തുന്നില്ല. അണ്ണൻ ചെയ്തോ. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് മരങ്ങൾ വെട്ടണം കേട്ടോ. അപ്പോൾ ഓഡിയോ അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഓഡിയോ അടിപൊളി. ഇവിടുത്തെ മരയുടെ ഒന്ന് ഞാൻ വെട്ടിയല്ലേ. ഓഡിയോ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇപ്പോഴത്തെ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒന്നും കൂടെ ഓഡിയോക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ വിചാരിച്ചു ഇനി എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയില്ലായിരുന്നു. കാരണം കുറേ റീടേക്ക് എടുത്തൊരു വീഡിയോ ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മടുത്തായിരുന്നു. പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യേണ്ട വിധം അറിയില്ല. ഇത് ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്, അതായത് മിച്ചറും അവിലും തിന്നതിൻ്റെ എമ്പൊക്കെ ഇപ്പോഴാണ് പോയത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത വീഡിയോൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ ഓടുന്നതും മരം മുറിക്കുന്ന ഒച്ചയും സോംബീനെ അടിക്കുമ്പോഴുള്ള ഒച്ചയൊക്കെ കാരണം നമ്മളിങ്ങനെ പുല്ലിലൂട്ട് നടക്കുമ്പോൾ ആ ഒരു ഒച്ച എഫക്റ്റ് വരില്ലേ, അതൊക്കെ കാരണം ഞാൻ പറയുന്ന ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. പിന്നെ എനിക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ കുറക്കുകയെന്ന് ആ ഒരു ഇതിനകത്ത് നടക്കുന്നതൊക്കെ. അതുകൊണ്ട് ഞാനത് തൽക്കാലത്തേക്ക് ഇട്ടു. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായെന്ന് വിശ്വസിക്കുന്നു. കാരണം മൈൻക്രാഫ്റ്റിൽ ഒച്ച കേട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അതായത് ഞാൻ പറയുന്നതാണല്ലോ കേൾക്കണ്ടേ. ഓക്കെ, നമുക്ക് ഈ മരമൊക്കെ ഇനി വെട്ടട്ടെ. ഒരു മിനിറ്റ്, നിങ്ങളൊരു ടൈം ലാപ്സ് കാണൂ ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത്, ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോനകത്ത് നമ്മൾ ബിഗ് വില്ലേജ് ഫൗണ്ടഡ് ബിഗ് വില്ലേജ് എന്നിട്ടൊരു വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു മണിക്കൂർ ആയതുകൊണ്ട് ഔട്ടാണ്. അപ്പോൾ ആ വീഡിയോനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീടാക്കുന്നവരാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, ഇതറിയാണ്ട് പോയി. അപ്പോൾ നമ്മളൊന്നും കൂടി ഈ വീഡിയോ തന്നെ അതൊക്കെ ആക്കുകയാണ്. വീടും കാര്യങ്ങളൊക്കെ ഈ വീട് തന്നെ ആക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ആക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു വീട് വേണം. തൽക്കാലത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വീടായിട്ട് തിരഞ്ഞെടുക്കാം അല്ലേ. യെസ്, അത്യാവശ്യം സ്പേസില്ല വീടായിരിക്കണം. ഇതിന് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഇവരെന്നോ പണിയാണ് ഇടുന്നത്. അപ്പം ഞാനും ഇടുന്ന പണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് വേണ്ട ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാം. വടിയൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു വാള് വേണം, 2 വാളിരിക്കട്ടെ. ഈ സാധനം വേണം. പിന്നെ പിക്കാക്സ് വേണം. പിക്കാക്സ് ഓക്കെ, പിക്കാക്സും 2 വേണം. അത് നിർബന്ധമാണ്. പിക്കാക്സും വേണം. ഇതൊന്നും പിക്കാക്സ് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, പിക്കാക്സും കിട്ടിയിട്ടുണ്ട്. പിക്കാക്സ് ഒന്നും കൂടെ. ഷവല് ഒന്നും കൂടെ വേണം കേട്ടോ. ഷവല് ഒന്നും കൂടെ വേണം. ഷവല് വേണം. ഷവൽ ഓക്കെ, സെറ്റ്. നമ്മുടെ കയ്യിലെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ദാരി. അപ്പോൾ ഒരു മിനിറ്റ്, എനിക്കെൻ്റെ ജസ്റ്റ് വേണം. ജസ്റ്റ് അല്ല, സോറി, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് വേറെ ഒരു വീട്, ചെസ്റ്റുള്ള ഒരു വീട് കണ്ടുപിടിക്കണം.
നമുക്ക് ജസ്റ്റ് ഇപ്പം തന്നെ ആയിക്കൂടെ? എന്നാൽ കുഴപ്പമില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇരിക്കാൻ ആ വീട്ടിൽ ഫുൾ ആളാണ്. അപ്പോൾ ഓക്കെ, ചെസ്റ്റ് വേണം കേട്ടോ. ചെസ്റ്റ് എവിടെയാ? ചെസ്റ്റ് എവിടെ? ഒരു മിനിറ്റ് ഗൈസ്, ചെസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. ചെസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ചെസ്റ്റ്. ഓ, ചെസ്റ്റ് ആക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതെന്തൊക്കെ എന്തിനാ? ഓ, ട്രാപ്പസ്റ്റ് ചെസ്റ്റ് അല്ല. ഓ, ചെസ്റ്റ്, വെറും ചെസ്റ്റ്. നോക്കട്ടെ ഗൈസ്. ഇതന്നെ. ഓ, ഇതെന്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു ചെസ്റ്റ് ആക്കണമെങ്കിൽ ഇത്രയും പണിയുണ്ട് വേണോ? ഇതിനേക്കാൾ നല്ല മെനക്കെടുന്നതിന് ഒരു മിനിറ്റ്. പണി വിട്ടു. ഇത് നല്ല ഒരു ചെസ്റ്റുള്ള വീട്ടിൽ പോയി അങ്ങ് ഒളിക്കുന്നതാണ്. ഇതാര്? ഇങ്ങനൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഒരു ചെസ്റ്റുള്ള വീട് എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടില്ല. മേലുണ്ട്. ഓട്. ഇതല്ലേ ഈ വീട്ടിൽ ചെസ്റ്റ് ഉണ്ട്. ഈ വീട്ടിൽ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ പൈസ പൈസ. ആ സാധനം ഇത് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? തുറന്നു നോക്കിയാൽ ഞെട്ടിപ്പോകും. കണ്ടാ? മാട്ടിയേക്കാം, കുറച്ച് ചെയ്യട്ടെ. അപ്പോൾ ചെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ഈ വിറകും ഇതൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഉപയോഗിക്കാത്ത പിക്കാക്സ്, ഉപയോഗിക്കാത്ത വാള്, ഇതൊക്കെ ഉപയോഗിക്കാത്തതാണ്. ഷവ്വല് കുറേ ഉണ്ട്. ഷവ്വലൊക്കെ എന്തിനാ ഇത്ര ഞാൻ ആക്കിയേ? ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ഈ സാധനം എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. ഇത് മാറിക്കളിക്കല്ല. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. എല്ലാം എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേട്ടക്കിറങ്ങാം. വേട്ട എന്ന് പറഞ്ഞാൽ വലിയ വേട്ടയൊന്നുമല്ല. നമ്മുടെ ഒരു മിനിറ്റ് ഗൈസ്, മൈക്കിൻ്റെ ഈ വയറൊന്ന് കുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കല്ല്. നമ്മുടെ ഷവ്വലെടുത്തിട്ടുണ്ട്. നമ്മുടെ വീടാക്കുന്ന സ്ഥലം നിങ്ങൾ കഴിഞ്ഞ വീഡിയോനകത്ത് കണ്ടിട്ടുണ്ടാവും. ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വീടാക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, വീടാക്കുന്നത് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോഴത്തേക്ക് രാത്രിയായി. എന്തൊരു കഷ്ടമാണിത്. റൺസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. നമ്മൾ അവിടെയാണ് വീടാക്കുന്നത്. ഓക്കെ, വീടാക്കുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, രാത്രിയായി. ഷവ്വലും വെച്ച് അടിച്ചു കൊല്ലാനാവില്ല, അതുകൊണ്ട് നമ്മൾ കൊല്ലുന്നില്ല. ഇവിടെയാണ് നമ്മൾ വീടാക്കുന്നത്. അപ്പോൾ ചാച്ചണം. ഈ പണി പെട്ടെന്ന് തീർക്കണം. കാരണം രാത്രിയാണ്. നമ്മളിപ്പോൾ എന്തായാലും അവന്മാരെ നേരിടാനൊന്നും ആയിട്ടില്ല. അയണ്ട വാളു എന്ത് കിട്ടിയാലും അവന്മാരെ നേരിടാൻ നമ്മളിപ്പോൾ ആയിട്ടില്ല. നമ്മളിപ്പോൾ വാശിയൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ മുമ്പ് പോയി ചാടിയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയി ചാച്ചണം. അതിന് മുമ്പ് ഇതൊക്കെ പെട്ടെന്ന് തീർക്ക്. ഷവ്വലായതുകൊണ്ട് മാത്രമാണ്. ഷവ്വലിൻ്റെ ആയുസ് എത്ര പെട്ടെന്നാണ് തീരുന്നു നോക്കി. അതാ ഞാൻ പറഞ്ഞ ഡയമണ്ടിൻ്റെയോ എന്തിനെങ്കിലും നമുക്ക് ക്രിയേറ്റീവ് മോഡിൽ പോയി എടുക്കാവുന്നതേ ഉള്ളൂ. ഓ ഗൈസ്, ഞാൻ വേഗം പോയി ബെല്ലടിക്കണം. പെട്ടെന്ന് പോയി ബെല്ലടിക്ക്. കാരണം എൻ്റെ ജീവൻ്റെ അത്ര തന്നെ അയ്യോ, ഇതോമാർ ഇവിടെ ഉണ്ട്. ഇപ്പം എൻ്റെ ചന്തിക്കൊരു അമ്പ് കിട്ടും, പേടിക്കണ്ട. കിട്ടി. അപ്പോൾ നമ്മൾ ഓടിപ്പോയി ബെല്ലടിക്കണം. കാരണം എൻ്റെ ജീവൻ്റെ അത്ര തന്നെ സുരക്ഷ വേണം വില്ലേജേഴ്സിൻ്റെ ജീവനും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടുകയാണ്. ബെല്ല് കാണുന്നില്ല ലൊട്ട. ഓ, ഇതല്ലേ കൊച്ച നിങ്ങൾ കേൾക്കുമെന്ന് അറിയില്ല, എന്നാൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനും കേൾക്കുന്നില്ല, വില്ലേജേഴ്സ് കേൾക്കുമായിരിക്കും. കട്ടിൽ. ഓ ഗൈസ്, അതാ അയങ്കോളയ്യാ മോനെ, അയങ്കോള സീൻ തന്നെ. ഇവൻ്റെ ജീവൻ രക്ഷിക്കണം ഗൈസ്. ഓക്കെ, കട്ടിലിവിടെ ഉണ്ട്. അവക്കൊരു ഐഡിയ ചെയ്യാം. ഡേട്ട് വെച്ച് ഇവിടെ അങ്ങ് മൂടിയേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജർമാർ പുറത്തു പോവില്ല. എണീക്ക്. എനക്ക് നിങ്ങളെ നോക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എണീക്കാം. ഗൈസ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇവന്മാർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഇന്നലെ ഇവന്മാർ ഉറങ്ങിയിട്ടില്ല.
അപ്പോൾ ക്രീപ്പർ ഉണ്ടാവും. ക്രീപ്പറൊന്നും ഒരു വിഷയമല്ല. ഓ എൻഡർമാൻ്റെ കണ്ണിലോട്ട് നോക്കണ്ട. എൻഡർമാൻ്റെ കണ്ണിലോട്ട് നോക്കാണ്ട് പോകും എല്ലാം. നൈസായിട്ട് എൻഡർമാൻ്റെ കണ്ണിലോട്ട് നോക്കരുത്. എൻഡർമാൻ്റെ കണ്ണിലോട്ട് നോക്കാം. അയ്യോ ക്രീപ്പർ. ആ ക്രീപ്പറിനെ പൊട്ടിക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ബാ ക്രീപ്പർ മോനെ വരൂ. അയ്യോ ഇത്ര അടുത്തെത്തിയാ. ബാ മോനെ ബാ. അയ്യോ പാവ ഇപ്പം എങ്കോളം ചത്തേനെ. ആ വാ 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 കൂട്ടത്ത് വാ. ഈ വെള്ളത്തിൽ കിടന്ന ക്രീപ്പർ പൊട്ടിയ ഒരു സീനും ഇല്ല കേട്ടോ. അത് അറിയാത്തവർക്ക് പറഞ്ഞു തന്നെയാണ്. അറിയുന്നവർക്ക് പുല്ലാണ്. നല്ല അറിയാത്തവർക്ക് പറഞ്ഞു തന്നെയാണ്. വെള്ളത്തിൽ കിടന്ന് നമുക്കൊന്നും പറ്റൂല. കണ്ട ഷീൽഡിൽ അയങ്കോളം ആരെയോ തീർത്ത് കേട്ടോ. കണ്ട നമ്മളിങ്ങനെ തെറിച്ചു. അല്ലാണ്ട് മണ്ണിനൊന്നും പറ്റില്ല. വെള്ളം ഇങ്ങനെ വെറുതെ തെറിക്കും. അത്ര മാത്രം സംഭവിക്കൂ. അപ്പോൾ നമുക്കൊരു വീട് പണിയണം കേട്ടോ. വീട് പണിയുന്നതിന് മുമ്പ് വേറൊരു പണിയും കൂടിയുണ്ട്. നമുക്ക് ജീവൻ കുറവാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചിക്കനൊക്കെ തിന്നണം. നമ്മൾ പിന്നെ നരഭോജികളാണ്. ചിക്കൻ തിന്നാൽ പോയിസൺ പിടിക്കുമെന്ന് ഡൗട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരേ പച്ച ചിക്കൻ തിന്നിട്ട് പോയിസൺ അടിച്ച് ഞാൻ ചത്തു. അപ്പോൾ കുഴപ്പമില്ല. ഒരു 2-3 ആൾക്ക് തിന്നാൻ പ്രശ്നമില്ലാന്ന് തോന്നുന്നു കേട്ടോ. പന്നിയിറച്ചി നല്ലതാണ്. നമ്മൾ എവിടെയേനും വീടാക്കാൻ നിന്നേ. ചേടാ അതും മറന്നു പോയല്ലോടാ. ഇവൻ ഇപ്പം ആയുസ് കുറവാണ്. ഇവന് നമുക്ക് ഇപ്പം പോയി വെച്ചു കൊടുക്കണം കേട്ടോ. ഇവന് സെറ്റാക്കി കൊടുക്കാം. ഞാനിപ്പോൾ വരുന്നേ ഗൈസ്. ഓന് സെറ്റാക്കി കൊടുക്കണം. കാരണം ഓനാണ് നമ്മുടെ ഞാനൊന്ന് ഡെവലപ്പായി വരുന്നവരെ നമ്മുടെ വില്ലേജിനെ നോക്കേണ്ട ആൾ ഓനാണ്. ഇവിടെ ക്രീപ്പർ പൊട്ടിത്തെറിഞ്ഞ ഒരു അമ്മയും കുട്ടിയും അതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. ഞാൻ രക്ഷിക്കാം, പേടിക്കണ്ട. ഒരു മിനിറ്റ് ഗൈസ്. ഓൻ അയണ്ട ആവശ്യമുണ്ട്. ഓൻ അയണ്ട ആവശ്യം അത്യാവശ്യമാണ്. തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അയൺ ഫുള്ള് എടുത്ത് ഓന് കൊടുത്തേക്കാം. ഓക്കെ സെറ്റ്. ഇതൊക്കെ നീ അടക്കണം. ആ അമ്മേനെയും കുട്ടി നമുക്ക് രക്ഷിക്കണം. നമ്മൾ രക്ഷകന്മാരാണ്. നമ്മൾ സീനാണ് ആൾ. നമ്മൾ ഈ വില്ലേജിൽ വന്നത് തന്നെ അതിനാണ്, രക്ഷിക്കാനാണ് എല്ലാവരും. പക്ഷെ ഊറ്റുകയും ചെയ്യും. ആ രക്ഷിച്ചൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ഊറ്റും, അത് ഉറപ്പാണ്. ഹേയ് ഗൈസ് നമ്മൾ ഇതാണ്ടേക്കുന്നു. ഡാ ഞാൻ അയാൾ ആട് കിട്ടിയിട്ട് വന്നേ. ഓക്കെ ഡാ മോനെ നിനക്ക് വേണ്ടേ നിനക്ക് നീ അല്ലെങ്കിൽ നീ ചത്തുപോകും. ഓന് ഇത്ര അയണ്ട ആവശ്യമുള്ളൂ. ഇവൻ ആരോഗ്യവാനാണ് കേട്ടോ. ആൾ ആരോഗ്യമുള്ള ആളാണ്. അപ്പം നമ്മൾ ആക്കേണ്ട വീട് ചാടിക്കോ. ചമ്മി ഒന്നും കൂടെ. ചാടിക്കോ. ചമ്മി ഒന്നും കൂടെ. റിപ്പീറ്റ്. ഹാർഡ് വർക്ക് ഈസ് നെവർ ഫെയിൽഡ്. യാ ഒരു മിനിറ്റ്. ഞാനിപ്പോൾ അങ്ങോട്ട് ചാടാം. ഇന്ന് ചാടിയിട്ടേ ഞാൻ ഇടുന്നു പോവും. വേണ്ട എനിക്ക് കഴിയല. ഒരു വീഡിയോന് 10-30 മിനിറ്റ് ആക്കൂ പോട്ടെ. ഇപ്പോൾ കുഴി. നമ്മൾ ഏടിയനോ. ഷടാ മറന്നുപോയി. എടാ ഏടിയനോടാ. നമ്മൾ ഏടിയനോ ആക്കാൻ പ്ലാൻ ചെയ്തേ. ഓ ഫന്താസ്റ്റിക്. ചമ്മി. നമ്മൾ എവിടെയോ ആക്കാൻ നിന്നായിരുന്നു. നമ്മൾ മറന്നുപോയി. നമ്മൾ ഇവിടെയാണ് ആക്കാൻ നിന്നേ ഗൈസ്. നമ്മൾ ഇവിടെ ആക്കണ്ടേന്ന് മറന്നുപോയി. ഷടാ എന്തൊരു കഷ്ടം. നമുക്കെന്നാൽ ആ മറന്നുപോയ സ്ഥലം നമുക്ക് വിട്ടേക്കാം. നമുക്കിത് ഈ സ്ഥലത്താക്കി ആക്കാം. അപ്പോൾ നമുക്ക് ഇതങ്ങ് പൊളിച്ചേക്കാം. ഓക്കെ. ഓ ഷവലിൻ്റെ ആയുസ് ഇപ്പം തീരും. 2 കൂടിയേ നിൽക്കും ഷവല്. ഇതൊരു കഷ്ടമാണ്. ഷവല് തീർന്നു. ഇതാ തീർന്നു. 2 അടിക്കും കൂടിയ ഷവലില്ലോ. ഓക്കെ ഷവല് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കൈ തന്നെ മുഖ്യം പിക്കിലേ. ആ വീടിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. നമ്മുടെ നേരെ മുമ്പ് കാണുന്ന വീടിൻ്റെ ഉള്ളിൽ. ഓക്കെ ഇതൊക്കെ പെട്ടെന്ന് വെട്ട് സമയമില്ലാന്ന്. അന്നൊരിക്കൽ ഞാൻ ഇവിടെ വന്നവിടെ അയങ്കോളത്തിനെ വെറുതെ ഒന്ന് അടിച്ചു നോക്കി. അയങ്കോളം എന്നെ അടിച്ച് എയറിലാക്കി. പക്ഷെ ഞാൻ അവനെ കൊന്നു കേട്ടോ. അടിച്ചു കൊന്നു അവനെ. അല്ല പിന്നെ ചില അയങ്കോളത്ത് വലിയ ജാടയാണ്. അറിയാണ്ട് നമ്മൾ വെറുതെ തമാശക്കൊന്ന് തൊടുകയോ. ഓനോട് ഈ ഓടുന്ന്. ഓനെ നടത്തല നോക്കിയ വെറും 2 കൂടെ. ഒന്നും കൂടെ. അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടെ വീടാക്കേണ്ട പരിപാടിയിൽ കിടക്കാം. വീടാക്കുന്നതിൻ്റെ വഴിക്ക് ഇങ്ങനെ അമൂലമായ ഓരോന്ന് പോയാൽ നമ്മളതിനെ കൊന്ന് ചിക്കൻ കറിയാക്കി ചുട്ട് തിന്നിട്ട് അപ്പിയിട്ട് കളയുന്നതായിരിക്കും. ഓക്കെ
ഓ ഗൈസ്, കുറച്ചും കൂടെ ആടിന് വേണമായിരുന്നു. കട്ടിൽ വേണ്ട, മോട്ടിക്കാം. ഓക്കെ, പിക്കാക്സ്. എന്തിനാന്ന് പിക്കാക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കല്ല് വേണം. കല്ല്. വെള്ളത്തിനടിയിൽ പോയി കല്ലെടുത്താൽ നല്ല രസം ഉണ്ടാവും. പിന്നെ ആടെ ചത്ത് കിടക്കും. അപ്പോൾ നമുക്ക് എടിങ്ങും കല്ലാക്കണം. അണ്ണാ നല്ല കല്ലാണല്ലോ. വേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ ആക്കാം. ഇവിടെ തന്നെ കുഴിച്ച് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ തന്നെ കുഴിച്ച് നോക്കാം. അപ്പം നമുക്ക് കല്ല് കിട്ടും. ഇവിടെ നമുക്ക് കുറച്ച് മേലെ കയറട്ടെ. ചാടിക്കയറൂ. പിന്നെ ഈ കുഴിയിലാരും ഇനി വീണ്ടു പോകണ്ട. ഇനി ആ കാര്യം പറഞ്ഞ് അന്നീ വില്ലേന്ന് അടിച്ചോടിക്കണ്ട. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലാണ്ടേ ഇവിടെ ഇങ്ങനെ മൂടി വെക്കുകയാണ്. ഓക്കെ, സെറ്റല്ലേ? ഇനി ആരും വീഴൊന്നുമില്ലല്ലോ. വീണാൽ എൻ്റെ കുറ്റമല്ലേ? ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓ വൈറ്റ് ബോൾ. പിന്നെയും മറന്നു പോയടാ. ഇതാണ്ടേ എങ്ങനെ ഇരിക്കണ്. എന്തൊരു കഷ്ടം ഇത്. നമ്മൾ എവിടെയും വീടാക്കാൻ നിന്നേ മറന്നുപോയില്ലേ? ഇവിടെ പേടിക്കണ്ട. ഇവിടെ മറന്നൊന്നും പോയിട്ടില്ല. ഇങ്ങനെയൊന്നും മറന്നു പോയില്ല. ഈ പോച്ചയൊക്കെ ആദ്യം വെട്ടിക്കളയണം. ഈ പുല്ലൊക്കെ വെട്ടിക്കളോ. ഓക്കെ ഗൈസ്, ഈ സമയം എന്തൊരു പോക്കാന്നേ പോകുന്നു. എന്തൊരു പോക്കായി സമയം പോകുന്നു. പോയ പോക്ക് കണ്ടേ. ഇത് രാത്രി ആകാനായി. എന്തൊരു കഷ്ടമാണ്. റിയൽ ലൈഫ് പോലെ തന്നെയാണോ ഇപ്പോൾ മൈൻക്രാഫ്റ്റും? നമ്മളിപ്പോൾ തൽക്കാലത്തേക്കൊരു കുഞ്ഞി കൂരയാണ് ആക്കുന്നത്. അല്ലാണ്ട് ഭീകരമായിട്ട് തന്നെ ആക്കുന്നില്ല. ഭീകരമായിട്ട് ആക്കിയത് ടാബിലാണ്. അത് എനിക്ക് തന്നെ വെറുതെ ഒന്ന് കളിച്ച് ഇങ്ങനെ നിൽക്കാനാണ്. അപ്പോൾ നമ്മൾ അത് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. സ്റ്റോറേജ് ഫുള്ളായിട്ടാണ്, അല്ലാണ്ട് കളിച്ചിരിക്കാനൊന്നുമല്ല. അപ്പോൾ നമുക്ക് കോപ്പർ സ്റ്റോൺ വെച്ച് നമുക്ക് വീടാക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കാം. വീടാക്കുന്നതെന്ന് ഞാൻ ഫുള്ള് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓ എന്തൊരു കഷ്ടമേടേ ഇതൊന്ന് മുറിക്കട്ടെ. എടാ കല്ല് പോയടാ. എന്തൊരു കഷ്ടമാണ് ഇത്. അയ്യോ, വീടിൻ്റെ വലിപ്പം ഇതൊക്കെ മതി. എന്തൊരു വലിപ്പം ഇത്. വലിപ്പം ഇച്ചിരി കൂടി. ഇച്ചിരി വളച്ചൊക്കെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇത് പാടേ തെറ്റിയല്ലോ. പിക്കാക്സുകളെ, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, രാത്രിയായി. അയ്യോ, അവന്മാർ ഓരോന്നായിട്ട് സ്പോണായി വരുന്ന കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയാവുന്നു ഗൈസ്. എണീക്ക്. നീ ഒന്നും ഉറങ്ങൂല. എടാ ഉറങ്ങടാ. ഇവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ട് കണ്ട് കാര്യമൊന്നുമില്ല. കട്ടിലെടെ ഇവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ടാവുക. ഇവിടെ മോൺസ്റ്റർ ഉണ്ടാ. എന്തൊരു കഷ്ടടേ ഇത്. എന്തൊരു ഇതാടേ ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, ആടെ മോൺസ്റ്റർ ഉണ്ടാ. ഞാൻ ഈ കട്ടിലെടുത്ത് ജില്ല ഇടാൻ പോക്കാ. നീ ഇവിടെ കിടന്നോ ഇന്നാ. ഓ അവൻ്റെ ജാട കണ്ടോ, അവൻ്റെ മോന്ത. കൊല്ലു അവനെ. വേണ്ട ആവശ്യമില്ലാണ്. ഞാൻ ഇവൻ്റെ ചോട്ട് പോയേക്കോ. അയ്യോ കൊല്ലുന്നീന്ന് കാണണല്ലോ. ഒരുത്തൻ വരുന്ന അവനെ കൊല്ലടാ. കൊല്ലു. എനക്ക് ആളുണ്ട് മോനെ, എനക്ക് ആളുണ്ട്. അയ്യോ ദാണ്ടേ ഒരുത്തൻ. ഡാ നീ എൻ്റെ കയ്യിൽ ഒരു മരത്തടീൻ്റെ വാളോ ഇല്ലെന്ന് വെച്ചിട്ട് ഇത്ര വലിയ ആളാവല്ലേ. വീട്ടിൽ കയറി വിളിക്കടാ ചക്ക. അതിൻ്റെ ഇടക്ക് ഇതാണ്ടേ അവൻ അടി അടിച്ച് ഏറെ കയറ്റിക്കോനെ. എൻ്റെ അമ്മോ, ഇപ്പം ചത്ത് തൊലഞ്ഞാൻ ഏതെങ്കിലും വീട്ടിനുള്ളിൽ കയറി വിളിക്കുന്നത് തന്നെയാണ് നല്ലത്. അയ്യോ കിടന്നുറങ്ങിക്കോ. അയ്യോ ഗൈസ്, എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റി ഗൈസ്. നല്ല കാര്യം തന്നെയാണ് അത്. അല്ലെങ്കിൽ തിന്ന്, അല്ലെങ്കിൽ ഇപ്പം ചത്തു പോവും. കട്ടിൽ പൊട്ടിച്ച് മണ്ടനെ കൊണ്ട്. കട്ടിലിവിടെ വെച്ച പാവത്തിന് കിടന്നുറങ്ങാനില്ല. ഓ കട്ടിലിവിടെ വെച്ചു കൊടുത്തേ. ഗൈസ്, ഇപ്പം എന്നാ ഞാൻ തിന്നുക? പച്ചിറച്ചി ഉണ്ട്, അത് മാത്രം തിന്നാ
ഒതുങ്ങും ഡൗട്ടാണ്. ഓ ഇതെന്നാ എന്താ ഇത്? കയറി ഒളിച്ച് ഒരുത്തൻ ചത്ത്. മറ്റോണ് ഇവിടുന്ന് ഒരു അടി കൊടുക്കാം. ഓക്കെ സെറ്റ്. ഒയ്യോ ഗൈസ് ആയുസ് ഭയങ്കര കുറവാണ്. നമുക്ക് എന്തൊക്കെ ഞഞ്ഞണം. അപ്പം ഞണ്ണാൻ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ആകെ 2 മട്ടൻ ഉണ്ട്. നമുക്ക് മെല്ലനെ പോയി ഒരാടിനെയും. ഓക്കെ ആടിന് ചത്തിട്ടില്ല ആട്. ഓ ചാവുന്നുമില്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചാവും. ഞാൻ കയ്യും കൊണ്ടാണ് അടിച്ചത്. പശു. ഓക്കെ ഇതൊക്കെ തിന്നാം നമുക്ക്. ഓക്കെ ഇനി വേണ്ടി വരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ വീട് ഇത്ര പണിയായിട്ടുണ്ട്. ഈ വീട് ഫുള്ള് പണിയുന്ന എപ്പിസോഡ് ഇന്ന് ഒറ്റൊരു ദിവസം കൊണ്ടാക്കാനാവും തോന്നുന്നില്ല എനിക്ക്. എന്നാലും ലെറ്റ്സ് ട്രൈ ഇറ്റ്. ജസ്റ്റ് നോക്കി നോക്കാം. അയ്യോ വീടിന് ഭയങ്കര വലുപ്പം ഗൈസ്. 10% ഉള്ളൂ. അപ്പോൾ 5% ആകുമ്പോൾ നമ്മൾ നിർത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ അത്യാവശ്യത്തിന് ലോങ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു വാതിൽ വെക്കാനുള്ള ഇടമായിട്ടുണ്ട്. തൽക്കാലത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ പരിപാടി ഇത്രയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ തറപണി ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനേക്കാളും വലിയ വീട് ഇവിടെ പൊക്കേണ്ടതാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.